രാഷ്ട്രീയ കേരളമേ, നിങ്ങൾ ഇത് കേൾക്കുക. രാഷ്ട്രീയത്തിൽ സാമാന്യ ബോധമുള്ളവർ, ഈ നാടിൽ രാഷ്ട്രീയമായി നല്ല ഭാവി ഉണ്ടാവണമെന്ന് ചിന്തിക്കുന്നവർക്ക് കൃത്യമായ ദൃഷ്ടാന്തമുണ്ടിന്ന്. പി രാജീവിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നു, എന്തേ സർക്കാർ യുവതീ പ്രവേശത്തിൽ നിലപാട് പറയാൻ ഇങ്ങനെ വൈകുന്നത്? അതൊരു മര്യാദയാണോ എന്ന്. ഭരണഘടന കൃത്യമായി 7 നിബന്ധനകളെ കടന്നാൽ മാത്രമേ ഈ രാജ്യത്തിന്റെ അപ്പെക്സ് കോടതിയായ സുപ്രീം കോടതിക്ക് പോലും ഒരു പ്രസ്താവന ഇറക്കാൻ, ഒരഭിപ്രായം പറയാൻ കഴിയും എന്നിരിക്കെ എങ്ങനെയാണ് സുഹൃത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് അഭിപ്രായം പറയുക എന്ന് പറഞ്ഞ് കൃത്യമായ മറുപടി പറയുകയാണ് പി രാജീവ് ഇന്ന് ചെയ്തത് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് LDF ഭരണ സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയുക. നിലപാട് ഈ പാർട്ടിക്ക് ഇല്ലേ എന്ന് ചോദിക്കപ്പോൾ ഈ പാർട്ടിയുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന വിഷയമല്ലല്ലോ ശബരിമല. ഈ പാർട്ടിയുടെ കാര്യങ്ങൾ കൃത്യമായി പറയാൻ പാർട്ടി ഓഫീസ് ഇരിക്കുന്നിടത്തുണ്ടാക്കിയ അമ്പലത്തിന്റെ പേരല്ലല്ലോ ശബരിമല എന്നുള്ളത്. ഈ നാട്ടിൽ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു. ആ വിധി കൃത്യമായി നടപ്പിലാക്കി കൊടുക്കേണ്ട ഭരണഘടനാപരമായ ഉത്തരവാദിത്വം സർക്കാരിനുണ്ടായിരുന്നു. അന്നും ഇതുപോലെ മാധ്യമങ്ങൾ ചെന്ന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരുടെ, മുഖ്യമന്ത്രിയുടെ എല്ലാം നേരെ ചോദിച്ചപ്പോൾ നിലപാട് പറഞ്ഞു, ഭരണഘടനാ ബാധ്യതയാണ് സർക്കാരിന്, ഭരണഘടനാ ബാധ്യതയാണ് സർക്കാരിന്. യുവതികളെ അവിടെ കയറാൻ വന്നാൽ അത് രാത്രിയെന്നോ പകലെന്നോ ഇല്ല, അവർക്ക് ബിന്ദു അമ്മണി എന്നോ അവരുടെ പേരോ ഒരു പ്രശ്നമല്ല, അവർ ആക്ടിവിസ്റ്റ് ആണോ എന്ന് നോക്കുക പോലും ചെയ്യില്ല. ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ വിധിപ്പകർപ്പും കയ്യിൽ പിടിച്ചൊരു യുവതി ശബരിമല നടയുടെ പടിവാതിക്കൽ വന്നാൽ അവരെ കയറ്റാൻ പ്രതിജ്ഞാബദ്ധരാണ് സർക്കാർ എന്ന് പറഞ്ഞ സർക്കാർ ഇപ്പോഴും പറയുകയാണ്, ഭരണഘടനയിൽ 7 നിബന്ധനകളെ മറികടന്നാൽ മാത്രമേ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ സുപ്രീം കോടതിക്ക് പോലും കഴിയൂ എന്നുള്ള അവസ്ഥ നിലവിലിരിക്കെ മാധ്യമങ്ങൾ, മനോരമയും ഏഷ്യാനെറ്റും ഒക്കെ വന്നിട്ട് പച്ചയ്ക്ക് നിലപാട് ചോദിക്കുക. എന്തേ വൈകുന്നതെന്ത്? കൃത്യമായി വൈകുക തന്നെ ചെയ്യും. കാരണം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ AKG സെന്ററിലെ ഒരു കാര്യത്തെക്കുറിച്ചല്ല നിങ്ങൾ ചോദിക്കുന്നത്. ഈ രാജ്യത്തിൽ സുപ്രീം കോടതിയുടെ വിധിക്ക് മുന്നിൽ കാത്തിരിക്കുന്ന ഒരു വിഷയത്തിൽ അഭിപ്രായം ചോദിക്കുമ്പോൾ വെറുതെ അങ്ങോട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പുലമ്പാനുള്ളതല്ല ആ വിഷയം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാട് പി രാജീവ് പറഞ്ഞപ്പോൾ മൈക്ക് താന്നു ആ മാധ്യമ പ്രവർത്തകന്റെ. രണ്ടാമതൊരു ചോദ്യം ചോദിക്കാൻ കഴിയാത്ത വിധം നിശബ്ദമാക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് നിലപാട് എന്ന് മനസ്സിലാക്കാനുള്ള ആർജവം വേണം. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, രാഷ്ട്രീയ ബോധമുള്ളവർ, ഈ നാട്ടിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാവണമെന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. CPM ഇടത് ഹാൻഡിലുകൾ യുവതീ പ്രവേശനത്തിൽ കാണിച്ചു വെക്കുന്ന നിലപാടിന്.